മുംബൈയില് ഒരിക്കലും മഞ്ഞ് പെയ്യില്ല. വേനൽക്കാലത്ത് സാധാരണയായി ചൂടാണ്. അവൻ സാധാരണയായി നല്ല വസ്ത്രം ധരിക്കുന്നു. ഡിസംബറിൽ വല്ലപ്പോഴും മഴ പെയ്യും. അതുപോലെ തന്നെ ഞാൻ സാധാരണയായി വണ്ടി ഓടിച്ചുകൊണ്ട് ജോലിക്ക് പോകാറില്ല എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ ഇതിന്റെയൊന്നും ഇംഗ്ലീഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ വളരെ എളുപ്പമായി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കണ്ടെത്താം. ഒന്ന് നോക്കിയാലോ? നോക്കി നോക്കാം അല്ലെ? നോക്കാം. മുംബൈയില് ഒരിക്കലും മഞ്ഞ് പെയ്യില്ല. ഇറ്റ് നെവർ സ്നോ. മഞ്ഞിന് എന്താ പറയാ? സ്നോ ഇൻ മുംബൈ. ഇറ്റ് നെവർ സ്നോ ഇൻ മുംബൈ. വേനൽക്കാലത്ത് സാധാരണയായി ചൂടാണ്. ഇറ്റ് യൂഷ്വലി, കണ്ടോ? സാധാരണയായി. ഇറ്റ് യൂഷ്വലി സണ്ണി. ചൂടിന് എന്താ പറയാ? സണ്ണി ഇൻ സമ്മേഴ്സ്. വേനൽക്കാലത്ത്. വേനൽക്കാലത്ത് സാധാരണയായി ചൂടാണ്. ഇറ്റ് യൂഷ്വലി സണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്. സമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലം. അവൻ സാധാരണയായി നല്ല വസ്ത്രം ധരിക്കുന്നു. ഈ യൂഷ്വലി വിയേഴ്സ്. ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിയേഴ്സ് നൈസ് ക്ലോത്ത്സ്. ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം. ഡിസംബറിൽ വല്ലപ്പോഴും മഴ പെയ്യും. ഇറ്റ് റയർലി എന്താണ്? ഇറ്റ് റയർലി റെയിൻസ് ഇൻ ഡിസംബർ. എന്താണ്? റയർ ആയിട്ട് നമ്മൾ പറയാറില്ലേ? ഇറ്റ് റയർലി റെയിൻസ് ഇൻ ഡിസംബർ. ഞാൻ സാധാരണയായി വണ്ടി ഓടിച്ചുകൊണ്ട് ജോലിക്ക് പോകാറില്ല. ഐ ഡോണ്ട് യൂഷ്വലി എന്താണ്? ഐ ഡോണ്ട് യൂഷ്വലി ഡ്രൈവ് ടു വർക്ക്. കണ്ടു? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നും കൂടെ നോക്കി നോക്കാം അല്ലെ? മുംബൈയില് ഒരിക്കലും മഞ്ഞ് പെയ്യില്ല. ഇറ്റ് നെവർ. കണ്ടോ? ഇറ്റ് നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. സ്നോ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ്. ഇൻ മുംബൈ എന്താണ്? ഇറ്റ് നെവർ സ്നോ ഇൻ മുംബൈ. വേനൽക്കാലത്ത് സാധാരണയായി ചൂടാണ്. ഇറ്റ് യൂഷ്വലി സാധാരണയായി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി സണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. ഇറ്റ് യൂഷ്വലി സണ്ണി ഇൻ സമ്മേഴ്സ്. അടുത്തെന്താണ്? അവൻ സാധാരണയായി നല്ല വസ്ത്രം ധരിക്കുന്നു. ഇറ്റ് യൂഷ്വലി യൂഷ്വലി എന്താണ്? അവൻ സാധാരണയായി ഈ യൂഷ്വലി വിയേഴ്സ് ധരിക്കുന്നു നൈസ് ക്ലോത്ത്സ്. നല്ല വസ്ത്രം. ഈ യൂഷ്വലി വിയേഴ്സ് നൈസ് ക്ലോത്ത്സ്. ഡിസംബറിൽ വല്ലപ്പോഴും മഴ പെയ്യും. ഇറ്റ് റയർലി. കണ്ടോ? ഇറ്റ് റയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലപ്പോഴും. റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ. ഇൻ ഡിസംബർ. ഡിസംബറിൽ. ഞാൻ സാധാരണയായി വണ്ടി ഓടിച്ചുകൊണ്ട് ജോലിക്ക് പോകാറില്ല. ഐ ഡോണ്ട് യൂഷ്വലി. ഞാൻ സാധാരണയായി പോകാറില്ല. ഐ ഡോണ്ട് യൂഷ്വലി എന്താണ്? ഡ്രൈവ് ടു വർക്ക്. എന്താണ്? ഞാൻ സാധാരണയായി വണ്ടി ഓടിച്ചുകൊണ്ട് ജോലിക്ക് പോകാറില്ല. ഐ ഡോണ്ട് ഗോ അല്ലെ? ഐ ഡോണ്ട് യൂഷ്വലി ഡ്രൈവ് ടു വർക്ക്. ഐ ഡോണ്ട് യൂഷ്വലി ഡ്രൈവ് ടു വർക്ക്. കണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കി നോക്കാം അല്ലെ? ഇറ്റ് നെവർ സ്നോ ഇൻ മുംബൈ. മുംബൈയിൽ ഒരിക്കലും മഞ്ഞ് പെയ്യില്ല. ഇറ്റ് യൂഷ്വലി സണ്ണി ഇൻ സമ്മേഴ്സ്. വേനൽക്കാലത്ത് സാധാരണയായി ചൂടാണ്. ഈ യൂഷ്വലി വിയേഴ്സ് നൈസ് ക്ലോത്ത്സ്. അവൻ സാധാരണയായി നല്ല വസ്ത്രം ധരിക്കുന്നു. ഇറ്റ് റയർലി റെയിൻസ് ഇൻ ഡിസംബർ. ഡിസംബറിൽ വല്ലപ്പോഴും മഴ പെയ്യും. അതുപോലെ തന്നെ ഐ ഡോണ്ട് യൂഷ്വലി ഡ്രൈവ് ടു വർക്ക്. ഞാൻ സാധാരണയായി വണ്ടി ഓടിച്ചുകൊണ്ട് ജോലിക്ക് പോകാറില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇനി നമുക്കൊരു 5 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലെ? അവൻ ഒരിക്കലും വൈകി വരില്ല. ഞങ്ങൾ പലപ്പോഴും ഓഫീസിൽ കണ്ടുമുട്ടുന്നു. ഞാൻ അവനോട് അപൂർവമായി സംസാരിക്കും. ഞാൻ സാധാരണയായി ശനിയാഴ്ച ജോലി ചെയ്യാറില്ല. ഞാൻ സാധാരണയായി ശനിയാഴ്ച ജോലി ചെയ്യാറില്ല എന്നിങ്ങനെ നമ്മൾ വളരെ ലളിതമായി നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് അറിയാത്തല്ലേ? നോക്കി നോക്കാം അല്ലേ? അവൻ ഒരിക്കലും വൈകി വരില്ല. ഹി നെവർ കംസ് ലേറ്റ്. ഹി നെവർ കംസ് ലേറ്റ്. ഞങ്ങൾ പലപ്പോഴും ഓഫീസിൽ കണ്ടുമുട്ടുന്നു. വി ഓഫൺ മീറ്റ് അറ്റ് ദ ഓഫീസ്. We often meet at the office. ഞാൻ അവനോട് അപൂർവമായി സംസാരിക്കും. I rarely speak to him. ഞാൻ സാധാരണയായി ശനിയാഴ്ച ജോലി ചെയ്യാറില്ല. I don't usually work on Saturdays. നെവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഇല്ല. റയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലപ്പോഴും. സംടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ. ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിക്കടി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായി.
ആൾവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും. ഒന്നുകൂടെ നോക്കലേ, അവൻ ഒരിക്കലും വൈകി വരില്ല. He never comes late. ഞങ്ങൾ പലപ്പോഴും ഓഫീസിൽ കണ്ടുമുട്ടുന്നു. We often meet at the office. ഞാൻ അവനോട് അപൂർവമായി സംസാരിക്കും. I rarely speak to him. I rarely speak to him. ഞാൻ സാധാരണയായി ശനിയാഴ്ച ജോലി ചെയ്യാറില്ല. I don't usually work on Saturdays. I don't usually work on Saturdays. നെവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഇല്ല. റയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലപ്പോഴും. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. ഓഫൺ എന്ന് പറഞ്ഞാൽ അടിക്കടി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായി. ആൾവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഈ മലയാളത്തിന്റെ ഇംഗ്ലീഷ് കണ്ടെത്താൻ പറ്റിയല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും പലപ്പോഴൊക്കെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക ഇംഗ്ലീഷ്, ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നൊക്കെ പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇനി എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ മൈ ഫ്രണ്ട്സ്. ഇതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലളിതമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും വളരെയധികം കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.